ഇന്നലെ സ്പാനിഷ് സംഘത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതിപ്പോൾ ലെമീൻ യമാലും നിക്കോ വില്യംസും നേരത്തെ പറഞ്ഞു. ഇവർ തമ്മിലുള്ള ഒരു കോംബോ അതൊരു മനോഹരമായിട്ടുള്ള കോംബോ ആണ്. രണ്ട് യൂറോ വിങ്ങർ കപ്പിൽ അപ്പുറം ഉൾപ്പെടെ കണ്ട അവരുടെ ആ പ്രായത്തിൻ്റെ ആ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ വെച്ച് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അത് സ്പാനിഷ് ടീം എപ്പോഴും വലിയ രീതിയിൽ ഏറ്റെടുത്ത ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റെടുത്ത ഒരു കോംബോ കൂടിയാണ്. ആ കോംബോ ഇന്നലെ ഇറങ്ങുന്നത് 70 മിനിറ്റുകൾക്ക് ശേഷമാണ്. 71 മിനിറ്റിലാണ് ഇന്നലെ ലെമീൻ യമാൽ അതെ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ഫിറ്റ്നസ് അദ്ദേഹം വന്നിട്ടില്ല എങ്കിലും കളിക്കളത്തിൽ അദ്ദേഹം ഇന്നലെ ഇറങ്ങിയതിന് ശേഷം നോക്കുക എന്തൊരു ആവേശമായിരുന്നു ആ കളി. ശരിക്കും ലെമീൻ യമാലും നിക്കോ സബ് വില്യംസും ചെയ്തപ്പോ തന്നെ എന്തൊരു കയ്യടിയായിരുന്നു. അതെ, അതെ. ആ മൈക്കൽ മെറീനോ ഒക്കെ വന്ന ആ സമയം മുതൽ പിന്നീട് സ്പെയിന് അസാധ്യമായ കളിയിലേക്ക് തിരിച്ചു വന്നെന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ വോസീഞ്ഞ എന്ന് പറയുന്ന താരം അദ്ദേഹം ആ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഇന്നലെ റെസ്റ്റ് ഇല്ലാത്ത കളിയായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നോ ആ തുടക്കത്തിൽ അത് ലെമീൻ യമാലൊക്കെ വന്നപ്പോൾ പിന്നെ മൂർച്ച കൂടുന്ന ഈ ഒരു ആക്രമണം കാര്യം നടത്തുന്ന പറഞ്ഞോട്ടെ, ഒരു യമീൻ സമയം. യമാൽ വന്നപ്പോൾ കയ്യടി എന്ന് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ അതിലും തരംഗം ഉണ്ടാക്കി മറ്റേ ഒസീഞ്ഞോ. അതായത് അദ്ദേഹം ആ 40-ാം മിനിറ്റിൽ ആ സേവ് സിംഗിൾ ഹാൻഡഡി അതെ, സേവ് അതെ. ചെയ്തതിന് സിംഗിൾ ശേഷം ആ അടുത്ത നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ചത് 2,00,000 അതെ ഫോളോവേഴ്സ്. അതെ അതെ, അതെ. അങ്ങനെയുണ്ട്. അത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പുള്ളിയെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അതെ, അപ്പോൾ കളിയിൽ ആങ്കർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് മില്യണിലേക്ക് പോയത്. 2.4 മില്യണിലേക്കൊക്കെ പോയത്. പുള്ളി തന്നെ അത്ഭുതപ്പെട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്.